ഇൻഡിവിജ്വൽ ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് നൗ. അതായത് വ്യക്തി ഒരു പ്രസ്ഥാനമായി മാറി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാട് ഒരു പ്രസ്ഥാനമായിരുന്നു, ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു, ഗ്രാമത്തലവനൊക്കെ ഉണ്ട്. ആ ഗ്രാമത്തലവൻ പറയും ആര് കല്യാണം കഴിക്കണം, ആര് കല്യാണം കഴിക്കണ്ട, എവിടുത്തെ വിദ്യാഭ്യാസം എന്താ, നമ്മളെപ്പോൾ കൃഷി ചെയ്യണം, ചെയ്യരുന്നൊക്കെ ഗ്രാമത്തലവൻ പറയും. എല്ലാവരും കേട്ടോണ്ടിരുന്നു അല്ലേ. അത് കഴിഞ്ഞപ്പം വീടൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി. ആര് തീരുമാനിക്കും? ഗ്രാൻഡ് പാ അല്ലെങ്കിൽ അപ്പൻ അമ്മ തീരുമാനിക്കും. അവരാണ് ഇവിടെ എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, മക്കൾ എന്തൊക്കെ പഠിക്കണം, കല്യാണത്തിന് ആരൊക്കെ പോകണം, ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഇന്ന് വ്യക്തി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറി. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 തീരുമാനങ്ങളാണ്. ഫുഡ് 4 ടൈപ്പ് ഫുഡാണ്. അവർക്ക് അവരുടേതായ യൂട്യൂബ് ഉണ്ട്, അവരുടെ ഇൻസ്റ്റാ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അവർക്ക് അവരുടെ അഭിപ്രായങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നത് 4 പേരുണ്ടെങ്കിൽ 4 രാഷ്ട്രീയമാണ്. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞാലും മക്കൾ കേൾക്കുമായിരുന്നു. ഇപ്പോൾ മക്കൾ പറയും അതങ്ങനെ അല്ലല്ലോ, അതെങ്ങനെ അങ്ങനെ ശരിയാവുന്നേ. ഒരു 50 പേരിരിക്കുന്ന ക്ലാസ്സിൽ നമ്മളൊരു കമൻ്റ് ഇട്ടാൽ 50 പേര് യെസ് കൈയടിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 10 പേര് ആ പറഞ്ഞതിൻ്റെ അകത്തൊരു തെറ്റുണ്ടല്ലോ. അങ്ങനെ സ്ത്രീകളെ അടക്കം പറയേണ്ട കാര്യം ഇല്ലല്ലോ. താങ്കളെ പോലാണ് ഞങ്ങളുടെ വീട്. വ്യക്തിക്ക് പ്രാധാന്യം വന്നു. നേരത്തെ സദ്യ വിളമ്പിയാൽ മതിയായിരുന്നു, ഇനി ബൊഫേ വേണം. അതുകൊണ്ട് ഓരോ വ്യക്തിയെയും ഇൻഡിവിജ്വലായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. 500 പേർക്കൊക്കെ ഒരു ട്രെയിനിങ് കൊടുത്താൽ അവയർനെസ് കൊടുക്കാവുന്നേ ഉള്ളൂ. ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞെങ്കിൽ 1 to 1 ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന 1 to 1 ട്രെയിനിങ്ങാണ്. എങ്കിലും ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കി മാറ്റം വരുത്താൻ പറ്റും. കാരണം അവരുടെ തോട്ട് പ്രോസസ്സ് മാറി, ലോകം മാറി, ചിന്ത മാറി. അതുകൊണ്ട് ഇൻഡിവിജ്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം.